സംസ്ഥാനത്ത് ഇതുവരെ നടന്നത് കേരള മോഡൽ വികസനമായിരുന്നില്ല, മറിച്ച് CPM മോഡൽ വികസനമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. BJPക്ക് കിട്ടുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ സംസ്കാരത്തിനെതിരാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണെന്നും വിഷയത്തിൽ വിമർശനമുയർത്തി BJP സംസ്ഥാന അധ്യക്ഷൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. എവിടെയായിരുന്നു ഇന്ത്യ 2014? ഇന്ന് എവിടെയാണ് ഇന്ത്യ? ലോകത്തിന്റെ 4ാം നമ്പർ ഇക്കോണമി, ഏറ്റവും സ്പീഡിൽ പോകുന്ന ഇക്കോണമി. ഇതെല്ലാം BJPക്ക് വോട്ട് കൊടുത്ത് ജനങ്ങള് ചെയ്തൊരു മാറ്റമാണ് നമ്മുടെ രാജ്യത്തിൽ കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം, ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. ഈ പഴയ തല്ലിപ്പൊളി ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, കേരള കൾച്ചർ, കേരള മോഡൽ. ഇതുവരെ നടന്നത് കേരള കൾച്ചറും ആയിരുന്നില്ല, കേരള മോഡലും ആയിരുന്നില്ല. അത് CPM കൾച്ചർ ആയിരുന്നു, കോൺഗ്രസ് കൾച്ചർ ആയിരുന്നു. CPM മോഡലായിരുന്നു, കോൺഗ്രസ് മോഡലായിരുന്നു. അയ്യപ്പ സംഗമം പോലെ അനാവശ്യ വിഷയങ്ങളുമായി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കുന്ന ഇടതു സർക്കാർ കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. 10 കൊല്ലം നിങ്ങൾ ഭരിച്ചു, ജനങ്ങളെ വിശ്വസിച്ചു, അവസരം തന്നു, നിങ്ങൾ ഭരിച്ചു. ഇനി വേണ്ടാത്ത ഓരോരോ ഇഷ്യൂസ് അല്ല മുമ്പോട്ട് വെക്കേണ്ടത്. നിങ്ങൾ 10 കൊല്ലം എന്ത് ചെയ്തു? പോലീസ് ബ്രൂട്ടാലിറ്റിനെ കുറിച്ച് സംസാരിക്കും. ആശാ വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കാൻ കഴിയുന്നില്ല, അതിനെ കുറിച്ച് സംസാരിക്കും. ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം പെൻഷൻ കൊടുക്കുന്നില്ല, അതിനെ കുറിച്ച് സംസാരിക്കും. നിങ്ങളുടെ 10 കൊല്ലം സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടാവണം. എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ജനങ്ങളെ വിഡ്ഢിയാക്കി ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്. GST നികുതി ഇളവിനെ ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോഴും വാണിജ്യ വ്യാപാര രംഗത്ത് ഇത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. GST കുറയുമ്പോൾ രാജ്യം മുഴുവൻ വില കുറയും. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വില കുറയുന്നില്ല എന്നത് ജനം മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ സംഗമം സർക്കാരാണോ അതോ ദേവസ്വം ബോർഡാണോ നടത്തുന്നതെന്ന് ആദ്യം തീരുമാനിക്കട്ടെ എന്നും അവർ ക്ഷണിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് ക്ഷണിക്കട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.